ഒരുപാട് വേദനയോടുകൂടെയാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. വിശുദ്ധ റമളാനിലെ 29ാമത്തെ രാവാണ് കടന്നു വരുന്നത്. ഒരുപക്ഷെ ഇത് റമളാനിലെ അവസാനത്തെ രാവാണെങ്കിലോ നമുക്കറിയില്ലല്ലോ. അള്ളാഹു റമളാൻ അനുകൂലമാകുന്ന മുഅ്മിനീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടുന്ന ഒറ്റയിട്ട രാവുകളിലെ അവസാനത്തെ രാത്രി, ഇന്നത്തെ രാത്രി ലൈലത്തുൽ ഖദർ ആണെങ്കിൽ അത് ലഭിക്കാൻ മനോഹരമായൊരു ദിക്ർ നമുക്കൊന്ന് ചൊല്ലി നോക്കാം. അതോടൊപ്പം പലപ്പോഴും നമ്മുടെ തൗബ അപൂർണമായി പോകുന്നുണ്ട്. ഏതൊരു ബോധ്യത്തിൽ നിന്നാണ് നമ്മൾ തൗബ ചെയ്യേണ്ടത്, എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടതെന്ന് പലർക്കും അറിയാം. ഏത് നമ്മൾ വായിച്ച് അല്ലെങ്കിൽ നമ്മളിങ്ങനെ പൊട്ടിക്കരഞ്ഞ് അസ്തഗ്ഫിറുല്ലാ പറഞ്ഞൊക്കെ നമ്മൾ തൗബ ചെയ്യാറുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ ഈ പറയുന്ന ബോധ്യം നമ്മുടെ കൽബിലേക്ക് വരാതെ നമ്മൾ എത്ര തൗബ ചെയ്തിട്ടും കാര്യമില്ല. അതുകൊണ്ട് ഇന്നത്തെ രാത്രിയിൽ എങ്ങനെ തൗബ ചെയ്യണം? അപ്പോൾ ഈ ദിക്റും ഈ തൗബയും ഒക്കെ ആയിട്ട് നമുക്കൊന്ന് ഈ 29ാം രാവിനെ മനോഹരമാക്കി എടുക്കണം. എല്ലാത്തിലും ഉപരി റമളാൻ സ്വീകരിക്കപ്പെടണമെങ്കിൽ അതിൻ്റെ അവസാനം നന്നാകണം. ഏതൊരു കാര്യവും അള്ളാഹ് കബൂൽ ചെയ്യണമെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് നന്നാകണം, ഇല്ലേ? ഫസ്റ്റ് നന്നായിട്ട് കാര്യമില്ല, എൻഡിങ് നന്നാകണം. അതുകൊണ്ട് തന്നെ ഈ റമളാൻ മുഴുവൻ നമുക്ക് അനുകൂലമായി കിട്ടാൻ നാം എന്താണ് ചെയ്യേണ്ടത്? ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് വിശദീകരിക്കുന്നത്. അല്ലാഹു റബ്ബുൽ ആലമീൻ റമളാൻ അനുകൂലമാകുന്ന മുഅ്മിനീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു അൽഹംദുലില്ലാ പറഞ്ഞേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ മാഷാ അല്ലാഹ്. ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും മനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മനസ്സ് വേദനിക്കുന്നില്ലേ നിങ്ങളുടെ? ഇല്ലേ? അല്പം പോലും സങ്കടം വരുന്നില്ലേ? വിശുദ്ധ റമളാൻ ഇങ്ങനെ വളരെ പെട്ടെന്ന് കടന്നു പോയതുപോലെ അല്ലേ? റമളാൻ കിട്ടിയിട്ട് അവൻ രക്ഷപ്പെട്ടില്ല എങ്കിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അവൻ വിദൂരത്താണെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവേ, റമളാൻ നീ ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണേ തമ്പുരാനെ. പല ആളുകൾക്കും സംഭവിക്കുന്ന ഒരു വലിയ അബദ്ധമുണ്ട്. 27ാം രാവോടുകൂടെ നമ്മുടെ റമളാൻ തീർന്നു. പല ആളുകൾക്കും 27ാം രാവ് വരെ സ്വബാഹുൽ ഖൈർ എത്ര പേര് കണ്ടു? 27 ആയപ്പോഴത്തേക്കും സ്വബാഹുൽ ഖൈറിൽ ആൾ കുറഞ്ഞു, പള്ളിയിൽ ആൾ കുറഞ്ഞു, ദീനിനോട് താല്പര്യം കുറഞ്ഞു. കെട്ടിയിടപ്പെട്ട പിശാചൊക്കെ നമ്മിലേക്ക് ഇങ്ങനെ പതിയെ പതിയെ അടുത്ത് വരണതിൻ്റെ സിമ്പലാണോ അത്? അല്ലാഹു റബ്ബുൽ ആലമീൻ റമളാനിൽ നമുക്കതിൻ്റെ പൂർത്തീകരണത്തിൽ രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല എങ്കിൽ, അതായത് ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ എൻഡിങ് നന്നായില്ല എങ്കിൽ ആ കാര്യം അബദ്ധത്തിലായി എന്നാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. 27ാം രാവ് ഓടുകൂടെ തന്നെ റമളാൻ തീർന്നു എന്ന് കരുതുന്നവർ വലിയ വെട്ടികളാണ്. കാരണം എന്താ? പിന്നെ 29ാമത്തെ രാവ് വരുന്നുണ്ട്, 28ാമത്തെ രാവുണ്ട്, ഇൻഷാ അല്ലാഹ് 30ാമത്തെ രാവുണ്ട്. ഈ രാവുകളൊക്കെ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ നമ്മളെക്കാൾ വലിയ വിഡ്ഢികളാരാണ്? ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു രാത്രി കൂടെ കടന്നു വരുന്നുണ്ട്. ഇന്ന് 29ാമത്തെ രാവ്. ഒരു വേള ഇന്നാണ് ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞ ഇമാമിങ്ങൾ പോലും ഉണ്ട്. 29ാമത്തെ രാവിനാണ് ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞ ഇമാമിങ്ങളുണ്ട്. അപ്പോൾ രാവിനെ നമ്മൾ പരിഗണിക്കണ്ടേ? പലപ്പോഴേ ഈ റമളാനിൽ പകലിനേക്കാൾ ശ്രേഷ്ഠത രാത്രിക്കാണ്, അല്ലേ? നമുക്കറിയാം. പക്ഷേ 29ാമത്തെ രാവൊക്കെ നമുക്ക് ഷോപ്പിങ്ങിനുള്ളതാണ്. നമ്മളിങ്ങനെ ഷോപ്പിംഗ് നടത്തി നടക്കാൻ മാനലോകത്ത് നിന്ന് മാലാഖമാർ ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ നേതൃത്വത്തിൽ വന്നിട്ട് മുഅ്മിനീങ്ങളായ ഇബാദത്തിൽ മുഴുകുന്ന മനുഷ്യരുടെ കൈ പിടിക്കാൻ നോക്കുമ്പോൾ നമ്മളിങ്ങനെ കടയിൽ തുണി എടുത്തുകൊണ്ടിരിക്കുകയാണ്. യാ അല്ലാഹ്, ഷോപ്പിംഗ് വേണ്ടാന്നൊന്നുമല്ല, പക്ഷേ അത് ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടുന്ന ഈ മനോഹരമായ രാത്രികളിൽ നിന്ന് മാറ്റിവെക്കണേ. ഇത് ഇബാദത്തിനുള്ള രാത്രിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഏതൊരു കാര്യവും നന്നാകുന്നത് അതിൻ്റെ അന്ത്യം നോക്കിയിട്ടാണ്. ഒരു മനുഷ്യൻ മുസ്ലിമായി ജീവിച്ചു, കാഫിറായി മരിച്ചു പോയാൽ അയാൾ കോടിക്കണക്കിന് റക്അത്ത് നിസ്കരിച്ചിട്ടും കാര്യമുണ്ടോ? കാര്യമില്ല. ഒരാൾ കൈകെട്ടി അല്ലാഹു അക്ബർ പറഞ്ഞ് കൈകെട്ടി നിസ്കരിക്കാനായിട്ട് അത്തഹിയ്യാത്തിന് മുമ്പ് അയാളുടെ നിസ്കാരം മുറിഞ്ഞുപോയി, വുളു മുറിഞ്ഞുപോയി. ആ നിസ്കാരം കൊണ്ട് കാര്യമുണ്ട്? അയാൾ മടക്കി നിസ്കരിക്കണ്ടേ? എന്നതുപോലെ റമളാൻ നമ്മളിങ്ങനെ തുടങ്ങി ആവേശത്തോടെ നിസ്കരിച്ചു, നോമ്പ് പിടിച്ചു, സക്കാത്ത് കൊടുത്തു, എല്ലാം ചെയ്തു. അവസാനം എത്തിയപ്പോൾ റമളാനിനെ അനാദരിക്കുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടായി. റമളാൻ പാടെ നഷ്ടപ്പെട്ടു പോയി. യാ അല്ലാഹ്, അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ഈ 29ാമത്തെ രാവാണ് റമളാനിലെ അവസാനത്തെ രാത്രിയെങ്കിൽ ഈ രാത്രി റമളാനിനെ നമ്മൾ പരിഗണിക്കാതിരുന്നാൽ, ഞാൻ റമളാനിൻ്റെ അകത്ത് കുറേ സക്കാത്ത് കൊടുത്തു, കുറേ ഹദിയ കൊടുത്തു, കുറേ നിസ്കരിച്ചു, തറാവി നിസ്കരിച്ചു, വിത്ർ നിസ്കരിച്ചു എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അന്ത്യം കൂടെ നന്നാകണം. അള്ളാഹു അതിനൊക്കെ തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ ഇന്ന് 29ാമത്തെ രാവ് കടന്നു വരുമ്പോൾ 29ൻ്റെ രാത്രിയിലും പകലിലും ഒക്കെ ധാരാളം ചൊല്ലേണ്ട ഒരു ദിക്റുണ്ട്. ഈ ദിക്ർ ഒരു തവണ ചൊല്ലിയാൽ പോലും വലിയ മഹാഭാഗ്യങ്ങൾ നമ്മളെ കാത്തിരിപ്പുണ്ടെന്നാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ വിശദീകരിച്ചുകൊണ്ട് സ്വാലിഹീങ്ങൾ ലൈലത്തുൽ ഖദറിൻ്റെ മഹാത്മ്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ
ഇത്തരം ദിവസങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും കൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അള്ളാഹുവിൻ്റെ മഹാരഥന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഈ ദിക്ർ ഒരു മനുഷ്യൻ ചൊല്ലിക്കഴിഞ്ഞാൽ അയാൾക്ക് ലഭിക്കുന്നത് എന്താ? ജഅലല്ലാഹു ലഹു ഫിൽ ജന്നത്തി നസീബൻ വാഫിറ. വിശാലമായ അതിവിശാലമായ മഹാഭാഗ്യങ്ങൾ സ്വർഗത്തിൽ അവന് കൊടുക്കും. സ്വർഗത്തിൽ അവന് കൊടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇരുന്ന് സ്വർഗത്തിലെ സാധനം തരുന്നല്ലോ. സ്വർഗത്തിൽ അത് കിട്ടണമെങ്കിൽ നമ്മൾ സ്വർഗത്തിൽ പോകണം. ഈ ദിക്ർ ചൊല്ലുന്നത് കൊണ്ട് ഈ വിശിഷ്ടമായ രാവിലെ ചൊല്ലിയാൽ സ്വർഗപ്രവേശവും സ്വർഗത്തിലെ മഹാഭാഗ്യങ്ങളും ലഭിക്കാൻ കാരണമാകും എന്നാണ്. അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ. ഏതാണ് ആ ദിക്ർ എന്നൊന്ന് നോക്കിയേ. അല്ലാഹുമ്മ ഗശ്ശിനി ഫീഹി ബിർറഹ്മ വർസുഖ്നി ഫീഹി തൗഫീഖ വൽ ഇസ്മ വത്വഹിർ ഖൽബി മിൻ ഗയാഹിബി തുഹ്മ യാ റഹീമൻ ബിഇബാദിഹിൽ മുഅ്മിനീൻ. യാ അല്ലാഹ്, ഒന്നുകൂടെ നോക്കിയേ. അല്ലാഹുമ്മ ഗശ്ശിനി ഫീഹി ബിർറഹ്മ വർസുഖ്നി ഫീഹി തൗഫീഖ വൽ ഇസ്മ വത്വഹിർ ഖൽബി മിൻ ഗയാഹിബി തുഹ്മ യാ റഹീമൻ ബിഇബാദിഹിൽ മുഅ്മിനീൻ. എന്താ അതിൻ്റെ ആശയം? അല്ലാഹുമ്മ, അല്ലാഹുവേ, ഗശ്ശിനി ഫീഹി ബിർറഹ്മ, നിൻ്റെ കാരുണ്യം കൊണ്ട് ഈ വിശുദ്ധമായ ദിനരാത്രങ്ങളിൽ നീ എന്നെ പൊതിയണേ അല്ലാഹ്. വർസുഖ്നി ഫീഹി അത്തൗഫീഖ വൽ ഇസ്മ, പാപസുരക്ഷിതത്വവും നിന്നിൽ നിന്നുള്ള തൗഫീഖും നീ നൽകണേ അല്ലാഹ്. വത്വഹിർ ഖൽബി മിൻ ഗയാഹിബി തുഹ്മ, മോശമായ ചിന്തകളിൽ നിന്ന് അനാവശ്യങ്ങളിൽ നിന്ന് എൻ്റെ ഹൃദയത്തെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ്. യാ റഹീമൻ, റഹീമായ തമ്പുരാനെ, ബിഇബാദിഹിൽ മുഅ്മിനീൻ, നിൻ്റെ അടിമകളായ മുഅ്മിനീങ്ങൾക്ക് ധാരാളം ധാരാളം കരുണ വർഷിക്കുന്ന റഹീമായ തമ്പുരാനെ. ഈ ഒരു മനോഹരമായ പ്രാർത്ഥന അർത്ഥമറിഞ്ഞ് ധാരാളം ചൊല്ലുക. ഇന്നിൻ്റെ പകലും കടന്നു വരുന്ന രാത്രിയും നാളത്തെ പകലും ഒക്കെ ഈ ദുആ നിങ്ങളൊന്ന് അധികരിപ്പിച്ച് നോക്കൂ. നിങ്ങൾക്ക് ലഭിക്കുന്നത് ജഅലല്ലാഹു ഫിൽ ജന്നത്തി നസീബൻ വാഫിറ, സ്വർഗത്തിൽ വലിയ വലിയ മഹാഭാഗ്യങ്ങൾ നിങ്ങളെ കാത്തിരിപ്പുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം നമ്മൾ എന്തെല്ലാം 27 രാവിലെ ചെയ്തോ ആ കാര്യങ്ങളൊക്കെ ഇന്നത്തെ രാത്രിയും ചെയ്യണം അല്ലേ. ജമാഅത്തായിട്ട് മഗ്രിബ് ഇശാ നിസ്കരിക്കണം, തറാവീഹ് നിസ്കരിക്കണം, തഹജ്ജുദ് നിസ്കരിക്കണം, സുന്നത്തുകൾ നിസ്കരിക്കണം, വിത്ർ നിസ്കരിക്കണം. മറ്റേ പ്രാർത്ഥന നമ്മൾ എപ്പോഴും പറയുന്നുണ്ടല്ലേ, ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കപ്പെടുന്ന രാത്രിയിൽ ഹൈദുള്ളവർക്കും അല്ലാത്തവർക്കും ഒക്കെ ചൊല്ലാൻ പറ്റുന്ന പ്രാർത്ഥന ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ മുത്തുനബിയോട് ചോദിച്ച് നമുക്ക് വാങ്ങി തന്നിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ധാരാളം അത് അധികരിപ്പിക്കുക. അതോടൊപ്പം തൗബയുടെ കാര്യം നമ്മൾ പറഞ്ഞു അല്ലേ. തൗബയുടെ കാര്യം നമ്മൾ പറഞ്ഞു. എന്താണ് തൗബ? തൗബ എന്ന് പറഞ്ഞാൽ എന്താണ്? തൗബ അള്ളാഹു സ്വീകരിക്കാൻ, തൗബയെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടൊന്നും ഞാൻ അതിലേക്ക് കടക്കണില്ല. അതല്ലാത്തൊരു വിഷയം നമ്മൾ മനസ്സിലാക്കണം. തൗബ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്തു പോയ തെറ്റിലുള്ള ഖേദം നമുക്ക് വേണം. യഥാർത്ഥത്തിലുള്ള ഒരു ഖേദം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും നമ്മൾ ആ തെറ്റിലേക്ക് പോവില്ല. ഇന്നൊരു കമൻറ്റ് ഞാൻ കണ്ടു, അതിങ്ങനെയാണ്: ഉസ്താദേ, ഇന്നലെ ഞാൻ തൗബ ചെയ്തില്ല, കാരണം ഞാൻ ഇന്നും തെറ്റ് ചെയ്യുമോ എന്നുള്ള പേടി എൻ്റെ മനസ്സിലുണ്ട്, അതുകൊണ്ട് ഞാൻ തൗബ ചെയ്തില്ല, അത് വെറുതെ ആവൂലേ? മക്കളെ, അങ്ങനെ ചിന്തിച്ചിട്ട് ഈ തൗബ ചെയ്യാതെ മരിച്ചു പോയാൽ എന്തായിരിക്കും അവസ്ഥ? അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ. മനുഷ്യരാണ്, തെറ്റ് ചെയ്തു പോകും. തൗബ നമ്മൾ ചെയ്യുമ്പോൾ ഉറച്ച ബോധ്യം നമുക്ക് വേണം, തെറ്റ് ചെയ്യില്ല, ഞാനിതാ മടങ്ങാണെന്നുള്ള ബോധ്യത്തിൽ നമ്മൾ തൗബ ചെയ്തു. ആ തൗബ അല്ലാഹു സ്വീകരിച്ചു. പിന്നീട് നമ്മൾ അറിയാതെ ചെയ്തു പോയി അല്ലെങ്കിൽ അറിഞ്ഞു ചെയ്തു പോയി, പിന്നെ തൗബ ചെയ്താൽ അല്ലാഹു പുറത്തു തരും. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഈ തൗബ ചെയ്തതിൻ്റെയും ഇനി തെറ്റ് ചെയ്യുന്നതിൻ്റെയും ഇടയിൽ നമ്മൾ മരിച്ചു പോയാൽ ആ തൗബ കൊണ്ട് രക്ഷപ്പെട്ടില്ലേ? തൗബ ചെയ്യാതെ ഞാൻ ഇനിയും തെറ്റ് ചെയ്യുമെന്ന് കരുതി നമ്മളിങ്ങനെ നടന്നാൽ നമ്മളെ പിന്നെ എന്തിനുള്ള? നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അല്ലാഹു റബ്ബുൽ ആലമീൻ്റെ അതികഠിനമായ നരകത്തിലേക്ക് നമ്മൾ ചെന്ന് വീഴൂലേ? അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. തൗബക്ക് 16 അർത്ഥം ഉണ്ടെന്നാണ്. അതിലൊരർത്ഥമാണ് റജഅ എന്ന് പറയുന്നത്. റജഅ എന്ന അറബി പദത്തിന് മടങ്ങുക എന്നാണ് അർത്ഥം. മടങ്ങുക. എങ്ങോട്ട് മടങ്ങുക? പഴയ കാലത്തേക്ക് മടങ്ങുക. തെറ്റ് ചെയ്യാത്തൊരു കുഞ്ഞ് ചെറുപ്പകാലം എനിക്കുണ്ടായിരുന്നു, അന്ന് എന്ത് തെറ്റില്ലേ? ആ കുഞ്ഞു പ്രായത്തിലേക്ക്, ഉമ്മ പെറ്റൊരു കുഞ്ഞിനെ പോലെ ആ പ്രായത്തിലേക്ക് മടങ്ങിപ്പോകുന്ന മനോഹരമായൊരു ബോധ്യമാണ് തൗബ എന്ന് പറയുന്നത്. യാ അല്ലാ, അടിമകൾ എന്ത് തെറ്റ് ചെയ്താലും പുറത്തിരും അല്ലാഹു തആല. അല്ലാഹ് പുറത്തിരും. അല്ലാഹ് കാരുണ്യവാനാണ്, വെറുതെ പറയല്ല. ഒരിക്കൽ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ഒരു മനുഷ്യൻ മരണപ്പെടുന്നുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ മൂസാ നബിയോട് പറയുന്നുണ്ട്, മൂസ, അയാൾക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണം, അയാൾക്ക് വേണ്ടതൊക്കെ നിങ്ങൾ ചെയ്തു കൊടുക്കണം. അപ്പോൾ ആ മനുഷ്യനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ അയാൾ ഭയങ്കര ഫാസിക്കാണ്, തെമ്മാടിയായ ഒരു മനുഷ്യനാണ്. ജനങ്ങൾ അയാളുടെ മയ്യത്ത് പോലും നോക്കണില്ല, മയ്യത്തിൻ്റെ അടുത്തേക്ക് പോലും വരണില്ല. അത്ര തെമ്മാടിയ ഒരു മനുഷ്യനായിരുന്നു. മൂസാ നബി അള്ളാഹു പറഞ്ഞല്ലേ എല്ലാം ചെയ്തു, അയാളെ ഖബറടക്കി. എന്നിട്ട് മൂസാ നബി ചോദിക്കുന്നുണ്ട്, യാ റബ്ബി, അയാളൊരു ഫാസിക്കാണെന്ന് പറയുന്നുണ്ടല്ലോ അല്ലാ, പിന്നെ എന്തിനാ റബ്ബി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അത് മൂസ, അയാൾ മരിക്കുന്ന സമയത്ത് 5 കാര്യങ്ങൾ പറഞ്ഞു. 5 കാര്യങ്ങൾ മരിക്കാൻ പോണ വേളയിലെ അയാൾ തെമ്മാടിയായിരുന്നു, ഓക്കെയാണ്. മരിക്കാൻ നേരത്ത് പക്ഷേ അയാൾ 5 കാര്യങ്ങൾ പറഞ്ഞു. മരിക്കാൻ നേരത്ത് പറയാനുള്ളൊരു തൗഫീഖാണ് നമുക്ക് കിട്ടേണ്ടത് അല്ലേ. ഒന്നാമത്തെ കാര്യം ഇതാണ്: പടച്ചോനെ,
എനിക്ക് സ്വാലിഹീങ്ങളെ അല്ലേ, അള്ളാൻ്റെ ഔലിയാക്കളെ ആലിമീങ്ങളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ സ്വാലിഹല്ല അല്ലാ, ഒന്നതാണ്. രണ്ടാമത്തേത്, പടച്ചോൻ എനിക്ക് തെറ്റ് ചെയ്യുന്നവരെ കണ്ണെടുത്താൽ കണ്ടുകൂടാ, പക്ഷെ ഞാൻ തെറ്റുകാരനാണല്ലാ, രണ്ടാമത്തേത്. മൂന്നാമത് പറഞ്ഞെന്താണെന്നറിയോ, അല്ലാ എന്നെ സ്വർഗത്തിൽ കടത്തിയതുകൊണ്ട് നിനക്കെന്തെങ്കിലും സ്ഥാനം കുറയുകയാണെങ്കിൽ പടച്ചോനെ എന്നെ നീ സ്വർഗത്തിൽ കടത്തല്ലേ അല്ലാ, മൂന്നാമത്. നാലാമത് അയാൾ പറയാണ്, പടച്ചോനെ എന്നെ നരകത്തിൽ കടത്തിയാൽ നിനക്ക് എന്തെങ്കിലും ഗുണം കിട്ടുമെങ്കിൽ യാ അല്ലാ നിനക്കത് കിട്ടിക്കോട്ടെ, എന്നെ നീ നരകത്തിലിട്ടോ അല്ലാ, പറയണോക്ക്. അഞ്ചാമത് ആ മനുഷ്യൻ പറഞ്ഞെന്താണെന്നറിയോ, പടച്ചോൻ എനിക്ക് നീ പുറത്തു തന്നാൽ നിനക്ക് വല്ല ന്യൂനത ഉണ്ടാകുമെങ്കിലും നീ എനിക്ക് പുറത്തു തരല്ലേ അല്ലാ. എന്നിട്ട് മൂസാ നബിയോട് പറയുന്നുണ്ട്, ഇവന് ഞാൻ എങ്ങനെയാണ് മൂസ പുറത്തു കൊടുക്കാണ്ടിരിക്കുക, യാ അല്ലാ ഇത്രേ ഉള്ളൂ നമ്മുടെ അല്ലാ, അല്ല ഇത്രേ ഉള്ളൂ, നമ്മൾ മനസ്സിലാക്കിയാൽ മതി, ഇത്രയേ ഉള്ളൂ തമ്പുരാൻ. യാ അല്ലാ, അള്ളാഹു നിങ്ങൾ സ്നേഹിച്ചിട്ടുണ്ടോ? അള്ളാഹ് നമ്മൾ പ്രേമിച്ചിട്ടുണ്ടോ? ഒന്ന് പ്രേമിച്ച് നോക്കുന്ന അല്ല എല്ലാം പുറത്തുവരും. അള്ളാഹിനൊന്ന് സ്നേഹിച്ച് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു രസം വേറെയാണ്. അള്ളാഹ് അത്ര വലിയ ദേഷ്യക്കാരനായിട്ട് നമ്മൾ കണ്ടുവച്ചത്, നമ്മൾ മനസ്സിലാക്കിയത് മുത്തുനബി കാരുണ്യത്തിൻ്റെ ഉടമയും അള്ളാഹ് ദേഷ്യത്തിൻ്റെ ഉടമയാണെന്നാണ്. ഈ കാരുണ്യത്തിൻ്റെ ഉടമയായ മുത്തുനബിയെ നമുക്ക് തന്നതാരാ? ഈ റഹ്മാനായ തമ്പുരാനല്ലേ. അവൻ അങ്ങേയറ്റം കാരുണ്യവാനാണ്, അങ്ങേയറ്റം കാരുണ്യവാനാണ്. അതും മനസ്സിലാക്കണം കേട്ടോ. അത് മനസ്സിലാക്കി തൗബ ചെയ്യുന്നേ. ചിലർ പറയും ഞാനങ്ങ് നന്നാവൂല, പടച്ചോനൊന്നും എനിക്ക് പുറത്തു തരൂല. അങ്ങനെ ഒരു ചിന്ത തന്നെ വേണ്ട അല്ലേ. എടോ ഉമ്മാടെ ഗർഭാശയം മുതൽ നിന്നെ പോറ്റിക്കൊണ്ടിരിക്കുകയാണ് റബ്ബ് അല്ലേ. അന്ന് മുതൽ പോറ്റാണ് നിനക്ക്. നീ ഇന്നും തെറ്റ് ചെയ്തിട്ട് അല്ല നിനക്കുള്ള ഭക്ഷണം തരുന്നില്ലേ, എല്ലാം തന്നുകൊണ്ടിരിക്കുന്നില്ലേ, എല്ലാം തന്നിട്ടുണ്ട് യാ റബ്ബ്, എല്ലാം തരുന്നുണ്ട്. ആ റബ്ബിലേക്കൊന്ന് വിളിച്ച് അവനോടൊന്ന് തൗബ ചെയ്യുന്നേ. ഇന്നത്തെ ഈ കടന്നു വരുന്ന രാത്രി റമദാനിൽ അവസാനത്തെ രാത്രിയാണെങ്കിൽ ഇത് മുതലാക്കിയില്ലെങ്കിൽ നമ്മൾ പെട്ടിട്ടോ. ഇത് നമ്മൾ ഇരുന്ന് മുതലാക്കണം. ഇത് നമ്മൾ ഇരുന്ന് തൗബ ചെയ്ത് പൊട്ടിക്കരണം. ഏത് ബോധ്യത്തിൽ? എൻ്റെ റബ്ബ് റഹ്മാനാണ്, റഹീമാണ്, അവൻ കരുണാവാരിധിയാണെന്ന ബോധ്യത്തിൽ നിന്നിട്ടൊന്ന് തൗബ ചെയ്ത് നോക്കാം. അല്ലാഹു കൈവിടില്ല, ഉറപ്പ് തന്നെയാണത്. എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോഴൊക്കെ കുട്ടികൾ തെറ്റ് ചെയ്യുമ്പോഴത്തേക്കും ചില കെട്ടിയന്മാർ പറയും എങ്ങനെയാ, നിൻ്റെ ലടി മോൻ, നീ നിൻ്റെ കണ്ടിട്ടോ പഠിച്ചേക്കണേ, നിന്നെ കണ്ടാ പഠിച്ചേക്കണേ ഇല്ല, എങ്ങനെ പറയാം. എന്നാൽ നമ്മൾ എത്രത്തോളം തെറ്റ് ചെയ്തിട്ട് അള്ള വിളിക്കുന്നത് എന്താണെന്നറിയോ? ഖുൽയാ ഇബാദീ, എൻ്റെ അടിമകളെ, എൻ്റെ അടിമയെ, എൻ്റെ അടിമകളെ, എൻ്റെ അടിമേ അങ്ങനെ ചെയ്യ്, അങ്ങനെയല്ല, എൻ്റെ അടിമ. അള്ള പറയുന്നുണ്ട്. പിന്നെ പറയും വമൻ യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാഹ്, ആരാ മക്കളെ അല്ലാണ്ട് നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണേ? ചോദിക്കടോ, ഞാൻ പുറത്തു തരാന്നേ അല്ല പറയാ. ഞാനല്ലാണ്ട് ആരെങ്കിലും പുറത്തു തരാം? ചോദിക്കും മക്കളെ, തരും. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിൻ്റെ കാലത്തെ മഴയില്ല. ജനങ്ങളൊക്കെ മഴ ചോദിക്കാൻ ഇങ്ങനെ നിൽക്കുകയാണ്, മഴ കിട്ടുന്നില്ല. അപ്പം അല്ലാഹു റബ്ബുൽ ആലമീൻ പറയുന്നുണ്ട്, മൂസ 40 കൊല്ലമായിട്ട് തെറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു തെമ്മാടിയായ മനുഷ്യൻ ഈ കൂട്ടത്തിലുണ്ട്, അയാൾ നിൽക്കുന്നത് കൊണ്ട് ഞാൻ മഴ തരില്ല. അത്ര മോശം പ്രവൃത്തി ചെയ്ത മനുഷ്യനാണ്, ഞാൻ മഴ തരില്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനങ്ങളോട് പറഞ്ഞു, 40 കൊല്ലമായിട്ട് തെമ്മാടിയെ നടക്കണ ഒരു മോശം തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുത്തന് ഇതിൻ്റെ അകത്തുണ്ട്. 40 കൊല്ലമായിട്ട് അവൻ അള്ളാഹിനോട് തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ മനുഷ്യൻ ഇതിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങിപ്പോണം, അല്ലെങ്കിൽ അള്ളാഹ് മഴ തരില്ല. ഇത് ഇയാൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ 40 കൊല്ലം തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യന് ഇതിൻ്റെ അകത്തുണ്ട്, അയാൾക്ക് മനസ്സിലാവുന്നുണ്ട്. അയാൾ ചിന്തിക്കുകയാണ്, പടച്ചോനെ ഇതിപ്പോൾ ഞാൻ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഞാനുള്ളതുകൊണ്ടാണ് മഴ കിട്ടാത്തത്. ഞാനങ്ങനെ ഇറങ്ങിപ്പോയാൽ പിന്നെ എല്ലാവരും എന്നെ തിരിച്ചറിയും, എനിക്കത് നാണക്കേടല്ലേ. ആ സമയത്ത് ഒരു വാക്കേ പറഞ്ഞുള്ളൂ, അല്ലാ വഷളാക്കല്ലേ റബ്ബേ, ഞാനിതാ മടങ്ങാണല്ലാ, നീ വഷളാക്കല്ലേ റബ്ബേ, അത്രേ പറഞ്ഞുള്ളൂ. ശക്തമായി മഴ പെയ്യാൻ തുടങ്ങി. മൂസാ നബി അലൈഹി സ്വലാം ചോദിച്ചു, അല്ലാ എന്നെന്താ പെട്ടെന്ന് മഴ? അവൻ തൗബ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം പറയുന്നുണ്ട്, അയാൾ ആരാണെന്നൊന്ന് പറയോ റബ്ബേ? ഇല്ല പറയില്ല. 40 കൊല്ലം തെറ്റ് ചെയ്തിട്ട് ആ മനുഷ്യനെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടില്ല. അയാൾ മടങ്ങി എന്നിലേക്ക് ഇപ്പോൾ തൗബ ചെയ്ത് വന്നിട്ട് ഞാൻ കാണിച്ചു തരുന്നു നിങ്ങൾ കരുതുന്നുണ്ടോ? ഇല്ല, അതെൻ്റെ അടിമയാണെന്നാണ്. കേട്ടോ, ഇതാണ് നമ്മുടെ റബ്ബ്. ഇത്രേ ഉള്ളൂ റബ്ബുൽ ആലമീൻ. അവനിലേക്ക് ചോദിച്ചാൽ അവൻ തരും. അതിനർത്ഥം അള്ളാഹു ശിക്ഷിക്കില്ല എന്നല്ല, അള്ളാഹു ശദീദുൽ ഇഖാബ്, അതികഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്നുള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കണം. അവൻ കരുണാവാരിധിയാണ്. അവൻ്റെ റഹ്മാനിയത്തിൻ്റെ അകത്ത്, ആ കാരുണ്യത്തിൻ്റെ അകത്ത് ശിക്ഷയുണ്ട്. അള്ളാഹനെ അനുസരിക്കണം. എന്നാൽ ആ അനുസരണയിൽ നിന്നൊന്ന് തെറ്റിപ്പോകുമ്പോൾ നമ്മൾ നിരാശപ്പെടല്ലേ. അവന് പുറത്തു തരില്ല എന്ന് ചിന്തിക്കില്ലേ. അവൻ റഹ്മാനാണ്, റഹീമാണ്. ആ ബോധ്യത്തിൽ നിന്നിട്ട് റമദാൻ ഇങ്ങനെ കടന്നു പോകുമ്പോൾ പൊട്ടിക്കരയ അള്ളാൻ്റെ മുമ്പിൽ ഒറ്റയ്ക്കിരുന്നിട്ട് എല്ലാം ഏറ്റുപറഞ്ഞ് അള്ളാൻ്റെ മുമ്പിൽ ഒന്ന് പൊട്ടിക്കരഞ്ഞിട്ട് തൗബ യാചിക്ക്. ഉദ്ഉനി അസ്തജിബു ലക്കും, എന്നോട് വിളിക്ക്, എന്നെ ഒന്ന് വിളിക്ക്,
ഞാൻ തരും. കണ്ടനാടിയേക്കാൾ അടുത്ത് നമ്മളോട് നിൽക്കുന്ന റബ്ബിൻ്റെ സഹായം നമുക്ക് ലഭിക്കും. ഉറപ്പാണ്. അല്ലാഹു അല്ലാതെ ആരാണ് മക്കളെ നിങ്ങൾക്ക് പുറത്തു തരാനിരിക്കുന്നത്? എൻ്റെ മക്കൾ ചോദിക്ക്, എൻ്റെ അടിമകൾ ചോദിക്ക്. യാ അല്ലാഹ്, ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് തൗബ ചെയ്യാൻ അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദുആ നമ്മൾ നേരത്തെ പറഞ്ഞത് പതിവാക്കുക. അതുപോലെ ഇന്നത്തെ രാത്രി ലൈലത്തുൽ ഖദർ ആണെങ്കിൽ അല്ലാഹുവേ, അതിൻ്റെ പരിപൂർണ്ണ പ്രതിഫലം ലഭിക്കുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങൾ ഏവരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. നമ്മുടെ സ്വബാഹുൽ ഖൈർ അൽഹംദുലില്ലാഹ് റസാ വ്ലോഗ്സ് ചാനലിലൂടെ റമദാനിൽ രാവിലെയും വൈകുന്നേരവും ഉച്ചക്കൊക്കെ ആയിട്ട് ഒരുപാട് പ്രോഗ്രാമുകൾ നമ്മൾ സംപ്രേഷണം ചെയ്തിട്ടുണ്ട്. റമദാൻ മാസം റസാ വ്ലോഗ്സിനോടൊപ്പം നിന്നതുകൊണ്ട് നിങ്ങൾക്ക് ഗുണം ലഭിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ പറയണം കേട്ടോ. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. ഒരുപാട് ആളുകളാണ് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുള്ളത്, പ്രത്യേകിച്ച് റിലീഫിലേക്കൊക്കെ ഹദിയ ചെയ്തവർ. അള്ളാഹു എല്ലാവർക്കും സന്തോഷ സൗഭാഗ്യങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇന്നത്തെ രാത്രി നഷ്ടപ്പെടുത്തരുത്. ഈ റഹ്മാനായ റബ്ബെന്നെ കൈവിടില്ല എന്ന ബോധ്യത്തിലൊന്ന് തൗബ ചെയ്യുക. ആ മനസ്സോടുകൂടെ തൗബ ചെയ്യുക. അള്ളാഹു അങ്ങേയറ്റം പൊറുക്കുന്നവനാണ്. 30,000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ഇന്നത്തെ ചോദ്യം. പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു റബ്ബുൽ ആലമീൻ ഒരു പ്രവാചകരെ ഇങ്ങനെ വിശേഷിപ്പിക്കുന്നുണ്ട്: ഓ നബിയെ, നിങ്ങളെ നാം ഭൂമിയിലേക്ക് ഒരു പ്രതിനിധിയായി നിശ്ചയിച്ചിരിക്കുന്നു. ഖലീഫത്തുള്ള, അള്ളാൻ്റെ പ്രതിനിധിയായി ഭൂമിയിലേക്ക് ഒരു പ്രവാചകനെ അള്ളാഹു നിയോഗിച്ചിരിക്കുന്നു എന്ന് പടച്ചോൻ പറയുന്നത് ഏത് പ്രവാചകനെക്കുറിച്ചാണ്? ഏത് പ്രവാചകനെയാണ് അള്ളാൻ്റെ പ്രതിനിധി എന്ന് അള്ളാഹു ഖുർആനിൽ വിശേഷിപ്പിച്ചത്? കമൻറ്റ് ചെയ്യുമല്ലോ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. പിന്നെ നമ്മുടെ സമ്മാനം 33,333 രൂപയാണെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം, അതൊരു 3 പേരെ തിരഞ്ഞെടുത്തിട്ട് 11,000 വെച്ച് തരണോ, അല്ല എങ്കിൽ ഒരാൾക്ക് തന്നെ 30,000 കൊടുക്കണം? ഏതാണ്? നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ, ഏതാണ് ഹൈർ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ കൃത്യം ഇന്ന് 5:30 ഈ റമദാനിൽ അവസാനത്തെ രാവാകാൻ സാധ്യത ഉണ്ടല്ലോ. അപ്പോൾ ഇന്ന് വൈകുന്നേരം 5:30 തന്നെ എല്ലാവരും ഒരുമിച്ച് കൂടണം, നമുക്ക് ഒരുമിച്ച് ദ്വാരക്കണം. ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കേണ്ട അവസാനത്തെ ഒറ്റയിട്ട രാവും കൂടെയാണ്. അപ്പോൾ നഷ്ടപ്പെടുത്തി കളയാതെ എല്ലാവരും കൃത്യസമയത്ത് തന്നെ 5:30 തന്നെ പരമാവധി നമ്മുടെ മജ്ലിസിൽ പങ്കെടുക്കാൻ ശ്രമിക്കണം. നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്ക് പലരും ഹദിയ ചെയ്യുന്നുണ്ട്. എല്ലാവരുടെയും ലക്ഷ്യങ്ങളല്ല പൂർത്തീകരിക്കട്ടെ. ഫോൺ നമ്പറിൽ ചെയ്തിട്ടാകാത്തവരുണ്ടെങ്കിൽ QR കോഡ് സ്കാൻ ചെയ്തിട്ടാണെങ്കിലും ഹദിയ ചെയ്യുക. ആ പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യരെ നമ്മൾ ഏറ്റെടുത്തതിൻ്റെ ബർക്കത്തുകൊണ്ട് അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളൊക്കെ നീക്കിത്തരുമാറാകട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ: സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിhi عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എല്ലാ സങ്കടങ്ങളും തീർത്ത് റാഹത്തായ ജീവിതം എല്ലാവർക്കും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അർഹമുർ-റഹീമായ കരുണക്കടലായ കരുണാവാരിധിയായ റബ്ബേ, പൊറുക്കണേ അല്ലാഹ്. ദോഷങ്ങളേറെ ചെയ്തവരാണല്ലാഹ്, നീയല്ലാതെ ആരാ റബ്ബേ ഞങ്ങൾക്ക് പുറത്തു തരാനുള്ളത്? അത്രത്തോളം ഞങ്ങളെ സ്നേഹിക്കുന്ന തമ്പുരാനെ, നീ പൊറുക്കണേ അല്ലാഹ്. നീ പുറത്തു തന്നില്ലെങ്കിൽ നിൻ്റെ നരകത്തിലെ വിറക് കഷ്ണങ്ങളാണ് റബ്ബേ. ഒരുപാട് ദുആ വസിയ്യത്തുകളുണ്ട്. എല്ലാവരുടെയും സങ്കടങ്ങൾ നീ അകറ്റണയല്ല. റമളാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കണയല്ല. ഈ കടന്നു വരുന്ന രാത്രിയാണ് ലൈലത്തുൽ ഖദറെങ്കിൽ അതിൻ്റെ പരിപൂർണ്ണ പ്രതിഫലം ലഭിക്കുന്ന മുഅ്മിനീങ്ങളിൽ മുഅ്മിനാത്തുകളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണയല്ല. സമാധാനം തരണയല്ല, സന്തോഷം നൽകണയല്ല, സ്വസ്ഥതയോടെ കിടന്നുറങ്ങാനുള്ള മഹാഭാഗ്യം നീ നൽകണയല്ല. യാ റബ്ബന, പൊന്നുമക്കളെ നേർവഴിക്ക് നടത്തണയല്ല, ഇണകളെ നന്നാക്കണയല്ല, നിസ്കരിക്കുന്നവരാക്കണയല്ല. റമളാൻ കഴിഞ്ഞാലും റമളാൻ അനുകൂലമായതിൻ്റെ പേരിൽ റമളാനിൽ അനുഷ്ഠിച്ചതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്ത് മുൻപോട്ട് പോകാൻ നീ തൗഫീക്ക് നൽകണയല്ല. ഈ സ്വബാഹുൽ ഖൈർ കുടുംബത്തെ നീ അനുഗ്രഹിക്കണയല്ല. എല്ലാ ഖൈറും നീ അവർക്ക് ചൊരിഞ്ഞു നൽകണയല്ല. ജീവിതത്തിലുടനീളം എല്ലാ തടസ്സങ്ങളും സ്വബാഹുൽ ഖൈർ എന്ന ഈ സദസ്സിൻ്റെ ബറക്കത്ത് കൊണ്ട് നീ തട്ടിക്കളയണയല്ല. അർഹമുർ-റഹീമായ കരുണക്കടലായ കരുണാവാരിധിയായ റഹ്മാനായ തമ്പുരാനെ, നീ റഹ്മാനാണ്, റഹീമാണല്ല. എല്ലാം അറിയുന്ന, എല്ലാം പൊറുക്കുന്ന തമ്പുരാനെ, നീയല്ലാതെ ആരാ റബ്ബേ ഞങ്ങൾക്കുള്ളത്? ഞങ്ങൾ ആരോട് പറയാനാണല്ലാ? ഞങ്ങൾ മനസ്സറിഞ്ഞ് നിന്നിലേക്ക് യാചിക്കുകയാണ്.
നീ ഞങ്ങളെ സ്വീകരിക്കണയല്ല, നീ ഞങ്ങളെ ഏറ്റെടുക്കണയല്ല, ഞങ്ങൾക്ക് സമാധാനം തരണയല്ല. റമളാൻ നീ അനുകൂലമാക്കി തരണയല്ല. റമളാൻ പ്രതികൂലമാകുന്നവരിൽ പെടുത്തല്ലേ അല്ല. റമളാൻ അനുകൂലമാക്കണയല്ല. യാചിക്കുകയാണല്ല അതിൻ്റെ മുമ്പിൽ. റഹമുർ-റഹീമായ തമ്പുരാനെ, ഞങ്ങളുടെ തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണയല്ല, കച്ചവടങ്ങളിൽ ബറക്കത്ത് ചെയ്യണയല്ല, ജോലിയില്ലാത്തവർക്ക് ഹൈറായ ജോലി നൽകണയല്ല. യാ റബ്ബന യാ റബ്ബന റഹമുർ-റഹീമായ തമ്പുരാനെ, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് നീ മഗ്ഫിറത്ത് കൊടുക്കണയല്ല, സ്വർഗം കൊടുക്കണയല്ല. ഞങ്ങളും എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല. ഈ മനസ്സലാമത്താക്കണയല്ല. പടച്ചവനെ, മക്കളില്ലാത്തവരെ സന്തോഷിപ്പിക്കണയല്ല, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല, വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം നൽകണയല്ല, വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യരായ ഇണകളെ നൽകണയല്ല. പടച്ചവനെ, ഹജ്ജിനും ഉംറക്കും പോകാൻ കൊതിക്കുന്ന ധാരാളം ആളുകൾ, ഞങ്ങൾക്കെല്ലാവർക്കും പലയാവർത്തി തൗഫീക്ക് നൽകണയല്ല. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവരെയും ആരംഭപ്പൂവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിന്റെ സുന്ദരമായ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിപ്പിക്കണയല്ല. വിശിഷ്യ സ്വബാഹുൽ ഖൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും നീ ചേർത്ത് പിടിക്കണയല്ല. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. والسلام عليكم ورحمة الله وبركاته.